ഹായ് ഫ്രണ്ട്സ്, നമുക്കറിയാം 2025 സെപ്റ്റംബർ 3 ചേർന്ന GST യോഗത്തിൽ ഇന്ത്യയിലെ GST നിരക്കുകൾ റാഷണലൈസ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നികുതിയിലെ ചില മാറ്റങ്ങൾക്ക് GST കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. 2025 സെപ്റ്റംബർ 22 മുതൽ നടപ്പാക്കുകയും ചെയ്യും. GST 2.0 എന്ന് വിളിക്കുന്ന ഈ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത നിലവിലുണ്ടായിരുന്ന 4 നിരക്കുകൾ 5, 12, 18, 28% 3 നിരക്കുകളായി, അതായത് 5, 18, 40% മാറിയതാണ്. മാറ്റങ്ങളൊന്നും നോക്കാം. 5% നിത്യോപയോഗ സാധനങ്ങളായ സോപ്പ്, ഷാമ്പു, ടൂത്ത് പേസ്റ്റ്, ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ, ട്രാക്ടർ എന്നിവയ്ക്കാണ്. അതുപോലെ 18% വരുന്ന മിക്ക സാധനങ്ങളും സേവനങ്ങളും ഈ ഒരു നിരക്ക് ബാധകമാണ്. അതുപോലെ 28% മുൻപുണ്ടായിരുന്ന എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, കാറുകൾ, സിമൻറ്റ് തുടങ്ങിയവയുടെ 18 നികുതിയാക്കി കുറച്ചിട്ടുമുണ്ട്. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് ടാലിയിൽ ഈ മാറ്റങ്ങൾ എങ്ങനെ ഫലപ്രദമായിട്ട് ചെയ്യാമെന്നുള്ളത് പരിശോധിക്കാം. ആദ്യമായി ടാലി പ്രൈം 6 എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായി ഗേറ്റ് ഓഫ് ടാലിയിൽ നിന്നുകൊണ്ട് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്തുനിന്ന് സ്റ്റോക്ക് ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് താഴെ ഈ മൾട്ടി മാസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഡ്രിൽ ഡൗൺ ലിസ്റ്റ് വരും. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ GST റേറ്റ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഗ്രൂപ്പ് വൈസ് ആണ് നമ്മൾ പ്രോഡക്റ്റുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അതായത് ഗ്രൂപ്പുകളിൽ കയറി എടുക്കാം. അതിനായി നിങ്ങൾ അതർ മാസ്റ്റർ F10 അതർ മാസ്റ്ററിൽ കയറുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ സിമൻറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അകത്താണ് എനിക്ക് ടാക്സ് റേറ്റ് ചേഞ്ച് ചെയ്യേണ്ട പ്രോഡക്റ്റുകൾ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഗ്രൂപ്പ് എടുക്കുന്നു. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാം 28% ടാക്സിൽ കിടക്കുന്ന പ്രോഡക്റ്റുകൾ. അതിൽ സെയിം HSN ഉള്ള ഐറ്റംസ് മൾട്ടിപ്പിളായിട്ട് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എൻ്റെ പണി എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ മൾട്ടിപ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം താഴെ അപ്ഡേറ്റ് GST ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഇയർ കൊടുത്ത് HSN കോഡിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ HSN കോഡ് മൊത്തത്തിൽ കറക്റ്റ് ചെയ്യുന്നു. HSN കോഡ് അവിടെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ HSN ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നു. ഓക്കെ, അത് കഴിയുമ്പോൾ എഫക്റ്റീവ് ഡേറ്റ് ചോദിക്കും എന്തുതൊട്ടാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. നമുക്കറിയാം 22/9/2025 തൊട്ടാണ് നമുക്ക് വേണ്ടത്. ഞാൻ ആ ഡേറ്റ് ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം GST റേറ്റിൽ സെറ്റിങ്സ് മാറ്റം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ GST റേറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനും ഇവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഇയർ കൊടുത്തിട്ട് ടാക്സബിൾ ആക്കി കൊടുത്തുകൊണ്ട് GST റേറ്റ് ഞാൻ 28 പകരം എനിക്ക് 18 കിട്ടണം. ഞാൻ 18 ഇവിടെ കൊടുക്കുന്നു. എന്നിട്ട് എൻ്റർ അടിച്ച് അതിന് മുന്നേ ഞാൻ എൻ്റെ അവിടെ എഫക്റ്റീവ് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എഫക്റ്റീവ് ഡേറ്റ് കൊടുക്കുന്നു. അക്സെപ്റ്റ്. ഇതാ നമ്മുടെ റേറ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം 22 സെപ്റ്റംബർ 2025 തൊട്ട് നമ്മുടെ ഡേറ്റ സെറ്റായിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഐറ്റത്തിലും ഇതെങ്ങനെ എഫക്റ്റ് ആകുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു ഐറ്റത്തിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. നമുക്കിവിടെ എഫക്റ്റീവ് 18% ആയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മോർ ഡീറ്റെയിൽസിൽ വന്നിട്ട് ഷോ മോർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററി കിട്ടും. HSN ഹിസ്റ്ററി ഉണ്ട്. അതുപോലെ തന്നെ GST റേറ്റ് ഹിസ്റ്ററി ഉണ്ട്. GST റേറ്റിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം 1 ജൂലൈ 2017 തൊട്ടുള്ളത് റേറ്റാണ് അവിടെ കിടക്കുന്നത്. അതിന് താഴെ പുതിയ റേറ്റ് വന്നിട്ടുണ്ട്. പഴയ റേറ്റ് 28% ആണ്. നമുക്ക് പുതിയ റേറ്റ് എത്രയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. യെസ്, ഇത് 18% മാറിയിട്ടുണ്ട്. അപ്പോൾ 22-ാം തീയതി തൊട്ട് പുതിയ റേറ്റ് ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ടാലിയുടെ പഴയ വെർഷൻ ടാലി 2.0 നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. അതിൻ്റെ അകത്തും സെയിം മെത്തേഡ് തന്നെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ വരിക. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിനകത്ത് നമുക്ക് സ്റ്റോക്ക് ഐറ്റംസ് എടുക്കുക. മൾട്ടി മാസ്റ്റർ സെയിം തന്നെ ഓപ്ഷൻ. മൾട്ടി മാസ്റ്റർ നമുക്കൊന്നും കൂടെ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് GST റേറ്റ് സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു.
ഗ്രൂപ്പിൽ ഇതുപോലെ ഐറ്റംസ് കിടപ്പുണ്ട്. ഞാൻ ഈ ഐറ്റംസ് എല്ലാം മൾട്ടിപ്പിളായിട്ട് സ്പേസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നു. സ്പേസ് കീ അടിക്കുക, ഒരു ഐറ്റത്തിൽ കൊണ്ടുവച്ച് സ്പേസ് കീ അടിച്ച് ഞാനതിനെ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിവിടെ സെറ്റ് റേറ്റ് എന്നാണ് ബട്ടൺ ഉള്ളത്. സെറ്റ് റേറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മൾ എഫക്റ്റീവ് ഡേറ്റ് കൊടുക്കുന്നത്. 22/9/2025 എന്നുള്ള എഫക്റ്റീവ് ഡേറ്റ് ഞാൻ കൊടുക്കുന്നു. തുടർന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. തുടർന്ന് HSN കൊടുക്കുകയാണ്. ടാക്സബിൾ 18%. നമുക്കിവിടെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. നമുക്ക് ടാലി പ്രൈം 6-ലും 2-ലും ഏകദേശം ഒരുപോലെയാണ്, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഈ വ്യത്യാസങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഈ സെയിം തന്നെ കാര്യമാണ് കേട്ടോ. ഇപ്പോൾ 28-ന് പകരം നമുക്ക് 12%-ന് 5% ആക്കി മാറ്റണമെങ്കിൽ ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. HSN കോഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രം. അപ്പോൾ ആ റേറ്റ് വ്യത്യാസം നമുക്ക് വന്നിരിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ടാലി ERP9 എങ്ങനെ നമുക്ക് ഈ ഒരു മാറ്റം കൊണ്ടുവരാമെന്നുള്ളത് നോക്കാം. ടാലി ERP9 ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്, വളരെ കുറച്ച് പേരേ ഉള്ളൂ. എങ്കിലും അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറയുന്നത്. അതിൻ്റെ അകത്ത് ഡിസ്പ്ലേയിൽ വരിക അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ GST എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. GST ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് താഴെ GST റേറ്റ് സെറ്റപ്പ് ഉണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. GST റേറ്റ് സെറ്റപ്പ് ഓപ്പൺ ചെയ്യുക. സെയിം മുന്നേ നടന്ന, അതായത് നമ്മൾ ടാലി 2-ൻ്റെ അകത്ത് നടന്ന, ടാലി പ്രൈം 2-ൻ്റെ അകത്ത് നടന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആവശ്യമുള്ള പ്രോഡക്റ്റുകളെല്ലാം സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. സെയിം HSN കോഡിലുള്ള പ്രോഡക്റ്റുകൾ സ്പേസ് അടിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പം HSN കോഡ് സെയിം ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മളിങ്ങനെ ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് പ്രോഡക്റ്റും വളരെ പെട്ടെന്ന് തന്നെ പുതിയ GST റേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. എഫക്റ്റീവ് ഡേറ്റ് കൊടുക്കുന്നു. അതുപോലെ ഐറ്റം ഡിസ്ക്രിപ്ഷൻ, HSN കോഡ്, അതുപോലെ ടാക്സബിലിറ്റി ടാക്സബിളാക്കി കൊടുക്കുന്നു. അതുപോലെ ടാക്സ് 18% IGST കൊടുത്തു, CGST XGST. ഓക്കെ, നമ്മുടെ പുതിയ ടാക്സ് റേറ്റ് എനേബിൾ ആയിട്ടുണ്ട്. നമുക്ക് പുതിയ ഡേറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ് വരുന്നത് നമുക്ക് കൺട്രോൾ എൻ്റർ അടിച്ച് നോക്കാം. സെറ്റ് ഓൾട്ടർ GST yes ആക്കി കൊടുക്കുന്നു. ഇവിടെ നമുക്ക് വരുന്നു. റൈറ്റ് സൈഡിൽ നമുക്ക് ടാക്സ് ഹിസ്റ്ററി ഉണ്ട്, കണ്ടോ, സെയിം പോലെ. അതുപോലെ തന്നെ നമുക്ക് 18% ആണ്, 28% ആണ് നമ്മുടെ പഴയതെങ്കിൽ പുതിയതിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും 18% ആയിട്ട് കാണാം. അപ്പോൾ 22-ാം തീയതി തൊട്ട് 21 വരെ നോർമൽ റേറ്റും പഴയ റേറ്റും 22 തൊട്ട് പുതിയ റേറ്റും എഫക്റ്റീവ് ആവും. ഇതേ സെയിം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റ് ടാക്സ് റേറ്റുകൾ, അതായത് 12% to 5% അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. ബോത്ത് HSN കോഡും മാറ്റാൻ സാധിക്കും, അതുപോലെ ടാക്സ് റേറ്റും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ GST സംബന്ധമായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. GST 2.0 നിങ്ങളുടെ ബിസിനസ്സിന് പുതിയ ഊർജ്ജമായി തീരാൻ ആശംസിക്കുന്നു. വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.